നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനായി ഓരോ മണ്ഡലങ്ങളിലെ ജയസാധ്യത റിപ്പോർട്ട് അവതരിപ്പിച്ച് സുനിൽ കനകോലു. സംസ്ഥാനത്ത് ഭരണം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരാവണം, LDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ എത്രത്തോളം ജയസാധ്യതയുണ്ട് എന്നതടക്കം വിശദമായ പഠന റിപ്പോർട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസിന്റെ ലക്ഷ്യ 2026 ക്യാമ്പ് യോഗത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രി നടന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ സമര പരിപാടികൾക്ക് കലണ്ടറും തയ്യാറാക്കും. ഇന്നലെ നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയവും പരാജയപ്പെട്ട ഇടങ്ങളിലെ കാര്യകാരണവും നേതൃയോഗം വിശദമായി ചർച്ച ചെയ്തിരുന്നു. മുൻ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ കോൺഗ്രസ് MLA-മാർക്ക് നിർദ്ദേശം നൽകിയതും രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനകോലുവായിരുന്നു. പുതിയ സാങ്കേതിക വിദ്യയും ഇതിനായി ഉപയോഗിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ജെൻസി മാധ്യമങ്ങളിലും അധിക ശ്രദ്ധ ചെലുത്താൻ നിർദ്ദേശിച്ചിരുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം എല്ലാവരെയും അറിയിക്കണം. മണ്ഡലത്തിലുള്ളവർ മാത്രം അറിഞ്ഞാൽ പോരാ, നാട്ടുകാർ മുഴുവനും അറിയണം. ഉദ്ഘാടനം, വികസന പ്രവർത്തനങ്ങൾ, അങ്ങനെ സകലതും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കണം. ഇതാണ് സുനിൽ കനകോലു സംഘം കോൺഗ്രസ് MLA-മാർക്ക് നൽകിയിരുന്ന പ്രധാന നിർദ്ദേശം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനകോലുവിന്റെ നിർദ്ദേശം കേൾക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. അധികാരം പിടിക്കാനുള്ള കോൺഗ്രസിന്റെ മിഷൻ 2026 റിപ്പോർട്ട് ഇന്ന് ക്യാമ്പിലെ പൊതുയോഗത്തിലും അവതരിപ്പിക്കും. 100 സീറ്റ് നേടി ഭരണത്തിലെത്താനുള്ള കർമ്മ പദ്ധതി പ്രതിപക്ഷ നേതാവ് VD സതീശനാകും ക്യാമ്പിൽ അവതരിപ്പിക്കുക. ഇതിനു പിന്നാലെ പൊതു ചർച്ചയും ഉണ്ടാകും. സ്ഥാനാർത്ഥി നിർണയം നേരത്തെയാക്കാനുള്ള സംഘടനാ ദൌത്യത്തിനായിരിക്കും മുഖ്യ പരിഗണന. ഫെബ്രുവരി ആദ്യവാരത്തിനുള്ളിൽ 70 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയിലെത്താനും പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരള യാത്രയിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനുമാണ് നീക്കം. ഇന്നു വൈകിട്ട് ലക്ഷ്യ ക്യാമ്പ് സമാപിക്കും. കനകലു ഇപ്പൊ പാർട്ടിയുടെ ഭാഗം തന്നെയാണ്, പുറത്തല്ല. കനകലു ഇപ്പൊ നമ്മുടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള AICC മെമ്പറാണ്, പാർട്ടിയുടെ ഭാഗമാണ്. പാർട്ടിയിൽ അദ്ദേഹം ചേർന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഞങ്ങൾ എല്ലാ ഇലക്ഷനും പ്രയോജനപ്പെടുത്താറുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ആസാമിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. എല്ലാ ഇലക്ഷനും പ്രയോജനപ്പെടുത്തി അവരുടെ സേവനം പ്രയോജനപ്പെടുത്തും. കിട്ടാവുന്ന മറ്റ് ആളുകളുടെ സേവനം ഞങ്ങൾ പ്രയോജനപ്പെടുത്തും പറ്റുന്ന പക്ഷേ ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ PR ഒന്നും ഇല്ലല്ലോ. കേന്ദ്രവും കയ്യിലില്ല, കേരളവും കയ്യിലില്ല, പൈസയും ഇല്ല. ഞങ്ങൾ ഈ എണ്ണിച്ചുട്ടുപ്പാക്കും പോലെയുള്ള കാശും കൊണ്ടല്ലേ ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നത്, പാവപ്പെട്ട ജനങ്ങളുടെ സഹായത്തോടുകൂടി. അതുകൊണ്ട് എല്ലാവരും തേങ്ങ ചിരകും, ഞങ്ങൾ ചിരട്ടേക്കും ചിരകി ജീവിക്കട്ടെ എന്റെ സുഹൃത്ത്. Subscribe to One India and never miss an update.